ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? രഞ്ജു ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വന്നേക്കുവാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ UAE-യിലാണ്, അബുദാബിയിലാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ചൂടെന്ന് പറയുമ്പോൾ ഒരു 30 50 ഡിഗ്രീൻ്റെ മേളിലാണ്. ആ ചൂടത്ത് നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫേസ് ഡള്ളാവും. എത്ര സൺഗ്ലാസ് വെച്ച് അല്ലെങ്കിൽ എത്ര കുട ചൂടി പോയാലും നമുക്ക് സൺസ്ക്രീൻ ഇട്ടാൽ എത്രയാണെങ്കിലും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവും. അപ്പം അതനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഡോക്ടർ ആഷലിൻ്റെ പ്രൊഡക്റ്റാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്കിൻ കെയറിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈവൻ വൈറ്റമിൻ C0 ആണെങ്കിലും എൻ്റെ സൺസ്ക്രീം ആണെങ്കിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും ഞാൻ ഡോക്ടർ ആഷലിൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കര വിശ്വസ്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എന്തായാലും എൻ്റെ ഇതുണ്ടോ ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഒരു ഫേസ് മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ഫേസ് മാസ്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഞാനത് മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഉപയോഗിച്ചു. അപ്പം നല്ലൊരു ചെറിയൊരു മാറ്റം കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത്. കാരണം യൂസ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടി എന്നറിഞ്ഞാലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് പറയാറുള്ളൂ കേട്ടോ. കാരണം എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവണമെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് വേണമല്ലോ നിങ്ങളോട് പറയാൻ. അപ്പം ഡോക്ടർ ആഷലിൻ്റെ ഒരു ഇതിനകത്ത് എത്ര പാക്കറ്റാണ് വരുന്നതെന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. 10 പീസസ് വരുന്ന ഒരു പാക്കറ്റായിരുന്നു ഞാൻ വാങ്ങിയത്. ഇത് ഓൾറെഡി ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കഴിഞ്ഞ ആഴ്ചയാണ് യൂസ് ചെയ്തത്, നല്ലൊരു വ്യത്യാസം തോന്നി. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് ബ്രൈറ്റനിങ് സ്കിൻ ടോൺ ആൻഡ് ഇംപ്രൂവ് ദ സ്കിൻ ഹൈഡ്രേഷൻ എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് മേടിച്ച് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാക്കേജാണ്. ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർക്ക്, എന്നെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ജെന്റിലായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറിറ്റേഷനും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയോണ്ടാട്ടോ ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്, ഹെസമോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടേ. അപ്പോൾ കൊച്ചെണീറ്റ് വന്നാൽ അതാണ് ഞാൻ നോക്കി. അപ്പം ഇത് ഞാനിത് ശരിക്കും ഫേസ് മാസ്ക് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ്. നല്ലൊരു എഫക്റ്റായിട്ട് തോന്നി. അത് കാരണം കേട്ടോ, ഞാനിത് മുമ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ പാക്കേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുക. ഓപ്പൺ ആക്കിയെല്ലാം എടുക്കുന്നതിന് മുമ്പ് ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, ചുണ്ടിൽ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയതും റിമൈനിങ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അല്ലാതെ വേറെ ഫേസ് എൻ്റെ വളരെ ക്ലീൻ ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കി വച്ചിട്ട് ആണ് നിങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ഇത് ഓപ്പൺ ആക്കുമ്പം വലിയ പ്രതീക്ഷ ഭയങ്കര ഒരു ജസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു കനം പോലെയൊക്കെ തോന്നി കേട്ടോ ആദ്യം ഞാൻ എടുത്തപ്പോൾ. അപ്പം ഞാൻ ഓർത്തത് തന്നെ ഇത്ര കനം എന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ പൊട്ടിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പൊട്ടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങനെ പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഇനിവേ ഓക്കെ, നമ്മുടെ ഇടയിൽ വലിയ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ടെല്ലാം വീഡിയോ എഡിറ്റഡ് ആവുന്നതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്ന ഇതൊന്ന് കാണിച്ചു തരാം. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോറി ഫോർ ദ ഡിസ്റ്റർബിങ്സ് ദ വീഡിയോസ്. ഇത് കേട്ടോ, ഇങ്ങനെ ഒരു ഇത് വരും. നല്ല സിൽക്കി ആയിട്ട് ജെല്ലി ആയിട്ടുള്ളത് കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഒരു വാട്ടർ ഫീലിങ്സ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പം നല്ല കൂളിംഗ് എഫക്റ്റ് ആട്ടോ. നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ആണ് തോന്നുന്നത്. നല്ല ശരിക്കും നല്ല വൃത്തിയിൽ ഓപ്പൺ ആക്കി എടുത്തില്ലെങ്കിൽ ടിയറായി പോവും, പൊട്ടിപ്പോവും. അപ്പോൾ വൃത്തി ഉണ്ടാകത്തില്ല. ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കണ്ടൻറ്റും ഒരു പേപ്പർ കണ്ടൻ്റായിട്ടുള്ള ഐറ്റം, 2 മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതുണ്ടോ നമ്മുടെ ഫേസിൻ്റെ ആകൃതിയിലാണ്. ഏറ്റവും വലിയ, എൻ്റെ മുഖം അധികം വല്ലതല്ലാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഫുള്ള് കവറായി പോകും. കാണിച്ചു തരാം. ഇത് നമ്മുടെ കണ്ടോ ഇങ്ങനെയൊരു കവറേജാണ് വരുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, പേടിക്കരുത് ഗൈസ്,
ഞാൻ രഞ്ജു തന്നെയാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ഗൈസ് നല്ലൊരു ഫീലിങ്സ്, നല്ലൊരു കൂളിങ് എഫക്റ്റാണ് വരുന്നത്, പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് നിങ്ങൾക്ക് വികൃതമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം കേട്ടോ ഞാൻ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്ന ഗൈസ്. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പൊസിഷനിലേക്ക് ഇടാൻ. നല്ല വാട്ടറായിട്ട് ഇങ്ങനെ വരുന്നുണ്ടേ, നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടോ. ഇത് നല്ല രീതിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൊന്നും പോകരുത് കേട്ടോ. നമ്മൾ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം. ജെൻറ്റിലായിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല കൂളിംഗ് എഫക്റ്റ്. കാരണം ഡൾനെസ് ഒക്കെ ഒന്ന് മാറാനാണ്. കൂടുതൽ ഒറ്റയടിക്ക് വെളുത്ത് തൂകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആ സ്കിന്നിൻ്റെ ടോൺ ഒന്ന് ജസ്റ്റ് ഇമ്പ്രൂവ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ പുറത്തുകൂടെയൊക്കെ പോയി ടാനൊക്കെ അടിച്ച ആൾക്കാരുകൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്ഫുള്ളാവും കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് താഴോട്ടും ഇതിൻ്റെ ഓൾറെഡി ഇതിനകത്ത് അതിൻ്റെ ജെല്ല് ഫോം നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മാക്സിമം ഫേസ് ആൻഡ് നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എൻ്റെ ഇത് ലെങ്ത് കൂടുതലുണ്ടേ. നല്ല കൂളിംഗ് എഫക്റ്റ്. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് വാഷപ്പ് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഡ്രൈ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് റിമൈനിങ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ എഫക്റ്റ് മനസ്സിലാവും. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നവരൊന്ന് കണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. നല്ലൊരു നല്ല സുഖമുള്ളൂ. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. സാധാരണ നമ്മൾ ഫേസ് മാസ്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷന് ഒക്കെ തോന്നാറില്ലേ. പക്ഷേ ഇവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരു ഇറിറ്റേഷൻ തോന്നുന്നില്ല. നന്നായിട്ടൊരു നനഞ്ഞ തുണി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു ഫീലിംഗ് കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ലൊരു ഇതാണ്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആകുന്ന സമയത്ത് അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റിങ്കിൾസൊക്കെ വരാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അത് കാരണം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എടുത്ത് കളയാം. 20 മിനിറ്റ് എന്നല്ല പറഞ്ഞപ്പം ജസ്റ്റ് പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ടില്ല. എന്നാലും 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, നല്ലൊരു ഫീലിംഗ്, നല്ല സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ മുഖം ആ നല്ലൊരു തണുപ്പ് ഫീലിംഗ് കിട്ടി. നല്ലൊരു ഹൈഡ്രേഷനൊക്കെ കിട്ടാനുള്ള ഒരു അടിപൊളി സിമ്പിൾ ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസ് മാസ്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫേസിൽ എന്തെങ്കിലും ഡേർട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഫേസ് ജസ്റ്റ് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയിങ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫേസ്. എപ്പോഴും നമ്മൾ ഫേസൊക്കെ ഉണ്ടല്ലോ വൈപ്പ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആക്കാൻ വേണ്ടി സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഉരച്ച് തുടയ്ക്കുമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ ഇപ്പം നന്നായിട്ട് ഫേസ് ആണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവൽ മാറ്റി വെക്കുകയാണ്. അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഫീലിങ്സ്, ആ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. കാരണം നമുക്കൊരു എല്ലാവർക്കും ഉണ്ടാവും ഒരു സ്കിൻ ടോൺ. ഓക്കെ, അത് ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് ഫുള്ള് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നല്ല പറഞ്ഞത്. നമുക്കുള്ള സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അധികം റേറ്റൊന്നും ഇല്ല. ഇത് നമുക്ക്
എത്രയായിരുന്നു പ്രൈസ്? ഞാൻ ഗൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ UAE വാങ്ങിയപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് 12 തൊട്ട് 13 ദിറംസാണ് വന്നേക്കുന്നത്. ഞാനിത് വാങ്ങിയപ്പം 12.50 AEDക്കാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് കാണുന്ന വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഗൂഗിളിൽ കാണുന്നത് ഇതിൻ്റെ പെർ പാക്കറ്റിന് 30 രൂപ എന്ന നിരക്കിലാണ് കാണുന്നത്. പിന്നെ എന്താ ഗൂഗിളിൽ അല്ലാതെ ആമസോണിലൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 150 തൊട്ട് 200 വരെ പ്രൈസിൽ, ഓഫർ പ്രൈസിൽ പാക്കറ്റ് പെർ 10 പാക്കറ്റിന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് വാങ്ങിക്കോളൂ. അപ്പം എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ഡോക്ടർ ആഷലിൻ്റെ തന്നെയാണ്. വളരെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഇത് യൂസ് ചെയ്തത് വീക്ക്ലി വൺസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റ് സൂട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.